ഹലോ ഹായ് നമസ്കാരം. ഏകദേശം 40ഓളം സിനിമകളാണ് വിവിധ ഭാഷകളിലായി ഈ ആഴ്ച ഇന്ത്യയിലുടനീളം റിലീസിനായിട്ട് എത്തുന്നത്. അതിൽ ബുക്ക് മൈ ഷോയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം തന്നെ അതിൻ്റെ ഒക്കെ തന്നെ ട്രെയിലറുകൾ ഞാൻ കുത്തിയിരുന്ന് കണ്ടു. അങ്ങനെ ഈ ആഴ്ച എനിക്ക് ഒരല്പമെങ്കിലും പ്രതീക്ഷ തോന്നിയ സിനിമകൾ ഭാഷാഭേദമന്യേ സജസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. നിങ്ങൾ ചിലപ്പോൾ കേരളത്തിലായിരിക്കില്ല, കേരളത്തിന് പുറത്തായിരിക്കും. അവിടെ ചിലപ്പോൾ ഈ സിനിമകളിൽ ഏതെങ്കിലും ഒന്ന് റിലീസിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ എന്ന് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രെയിലറുകൾ എന്ന് പറഞ്ഞാൽ 3-4 ഉണ്ടാവുള്ളൂ. പക്ഷേ കുറച്ചെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു പ്രോത്സാഹിപ്പിക്കൽ മൈൻഡ് സെറ്റ് വെച്ചിട്ടേ കുറച്ചെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുള്ള ട്രെയിലറുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചില സിനിമകളിലേക്ക് ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു യാത്ര തന്നെ വേണ്ടി വരുമെന്ന് തോന്നുന്നു. നേരെ കൊൽക്കത്തയിലേക്ക് പോവുക, അവിടുന്ന് നേരെ ഗുജറാത്തിലേക്ക് പോവുക, മഹാരാഷ്ട്രയിലേക്ക് പോവുക, അങ്ങനെ പലയിടങ്ങളിലും പോയി ഈ സിനിമകളൊക്കെ കണ്ടു തീർക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ട്രെയിലറുകളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചില ട്രെയിലറുകൾ നമ്മൾ 2x സ്പീഡിൽ ഇട്ടിട്ട് കണ്ടു തീർത്താലും ഒരു സിനിമ കണ്ടു തീർക്കുന്ന അത്രയും ബോറടിയിൽ അങ്ങനെ ഇരുന്ന് കണ്ടു തീർക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു സിനിമ മിഷൻ അയോധ്യ എന്ന് പറഞ്ഞിട്ടൊരു മറാഠി പടമാണ്. അയോധ്യ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം വരാൻ വേണ്ടിയിട്ട് ഒരു ഗുരുനാഥൻ വിദ്യാർത്ഥികളുമായി ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്നു. അയാളെ മുസ്ലിം തീവ്രവാദികൾ പിടിച്ചു വെച്ച് ഒരു അണ്ടർവേൾഡ് സംഘത്തിൽ കൊണ്ടുവരുത്തിയിട്ട് അയാളെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു ട്രെയിലറാണ്. ഇങ്ങനെയും പല കാര്യങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓർമ്മിച്ചതാണ്. ഈ ആഴ്ച റിലീസിനെത്തുന്ന സിനിമകളിൽ എനിക്ക് ഒരു രസം തോന്നിയ ഒരു സിനിമ ഒരു ബംഗാളി ത്രില്ലർ പടമാണ്. എന്ന് വെച്ചാൽ ലീഗൽ ത്രില്ലറാണ് പരിപാടി. ഷോത്തി ബോലെ ഷോത്തി കിച്ചു നെയ് എന്നാണ് ആ സിനിമയുടെ പേര്. സംഭവം അവർ ആ ട്രെയിലറൊക്കെ കാണിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തു. കുറേ ആൾക്കാർ വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ ഏതോ ഒരു കാര്യത്തിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കേസ് ഉണ്ടാവുന്നു, അതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ നിൽക്കുന്ന വിവിധ ജെൻഡറുകളിലുള്ള ആളുകൾ ഒരുമിച്ചിരുന്നുകൊണ്ട് ആ ഒരു കുറ്റകൃത്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നു, വിലയിരുത്തുന്നു. ആ രീതിയിൽ അത് പോകുന്നത് അപ്പോൾ നല്ല രസമുണ്ടല്ലോ എന്ന് തോന്നി അതിൻ്റെ വിക്കിപീഡിയ പേജ് എടുത്ത് നോക്കിയപ്പോൾ എക് റുക്കാ ഹുവാ ഫൈസല എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമയുണ്ട്. ആ ഹിന്ദി സിനിമയുടെ ഒരു അഡാപ്റ്റേഷൻ ആണത്രേ ഈ സിനിമ. ആ ഹിന്ദി സിനിമയെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് 1957 റിലീസായ 12 ആംഗ്രി മെൻ എന്ന് പറയുന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു എക് റുക്കാ ഹുവാ ഫൈസല എന്ന് പറയുന്ന സിനിമ. സോ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ 12 ആംഗ്രി മെൻ എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ലാത്ത പടമാണ്. അതെന്തായാലും കാണണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം എന്നിലുണ്ടാകുന്ന കാര്യം. ഒരു സിനിമയുടെ റീമേക്കിൻ്റെ അഡാപ്റ്റേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അയ്യോ ഇത് ഭയങ്കര സംഭവമായിരിക്കുമല്ലോ എന്നൊരു തോന്നലുണ്ടാക്കിയിട്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഭീകരമായിരിക്കില്ലേ. ചിലപ്പോൾ അത് കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. രണ്ടാമത്തെ സിനിമ അതും ഒരു ബംഗാളി സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിൽ ആണ്ടുപോകുമായിരുന്ന ഒരു പെൺകുട്ടി. പക്ഷെ അവിടെ നിന്ന് ബംഗാളി നാടക ലോകത്തിൻ്റെ രാജ്ഞിയായി മാറിയ കഥ. ഒരു ബയോഗ്രഫിക്കൽ ഡ്രാമയാണ്. ബിനോദിനി എക്തി നാട്യർ ഉപാഖ്യാൻ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് വരുന്നത്. ബിനോദിനി എന്നുള്ളതാണ് മെയിൻ പേര്. മറ്റേ അതിൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ബംഗാളി വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ നോക്കി വായിക്കുന്നത്. ബിനോദിനി ദാസി എന്ന ഞാൻ നേരത്തെ പറഞ്ഞ ബംഗാളി നാടകത്തിലെ ഒരു രാജ്ഞിയെ പോലെ ജീവിച്ചിരുന്നത്. അവരുടെ ആ ഒരു ട്രെയിലർ കട്ട് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ അവരെന്തൊരു ജീവിതമാണ് ജീവിച്ചു തീർത്തത്. നമുക്കിങ്ങനെ കൊതി തോന്നിപ്പോകും. കാര്യം അത്രയും ഗ്രാൻഡ് വിഷ്വൽസാണ്. അത് നമ്മൾ നാടകത്തിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന വിഷ്വൽസ് ഇല്ലേ, അതിനും അപ്പുറം നിൽക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. മ്യൂസിക് ഭയങ്കര രസമായിട്ടുണ്ട്. തീർച്ചയായും ഈ സിനിമ കാണാൻ എന്തെങ്കിലും ഒരു സാധ്യത കിട്ടുകയാണെങ്കിൽ കാണണം എന്നെനിക്ക് ഫീൽ ചെയ്ത സിനിമയാണ്. ബംഗാളി സിനിമകൾ ചില സമയത്ത് ഇവിടെ PVR ലുലുവിൽ വരാറുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്തുള്ള സമയത്തും അവിടെയും PVRൽ ചില സമയത്ത് അങ്ങനെ സിനിമകൾ വന്നു പോകാറുണ്ട്, 1-2 സിനിമകൾ. അങ്ങനെ എങ്ങാനും ഇത് പ്രദർശനത്തിന് വരികയാണെങ്കിൽ കണ്ടിരിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ സിനിമ ഒരു ഗുജറാത്തി പടമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സിനിമ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെല്ലാരോ എന്നാണ് അതിൻ്റെ പേര്. ഗുജറാത്തി സിനിമയാണ്. ആ സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടികൾക്ക് മുഴുവൻ ദേശീയ അവാർഡ് കിട്ടി എന്നുള്ളതാണ് ആ സിനിമയുടെ ഒരു പ്രത്യേകത. അതൊരു ഗംഭീര സിനിമയാണ്. നിങ്ങൾ ആ ഹെല്ലാറോ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇന്ത്യൻ സിനിമയുടെ ഒരു മുഖം, ഇന്ത്യൻ സിനിമയ്ക്ക് ഒരുപാട് മുഖങ്ങളുണ്ട്, അതിലൊരു വലിയ മുഖം നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ. ആ സിനിമയുടെ സംവിധായകൻ അഭിഷേക്, അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഉംബാറോ എന്ന് പറയുന്ന സിനിമ, UMBARRO സിനിമയുടെ ട്രെയിലർ കണ്ടു തുടങ്ങുമ്പോൾ ഞാൻ ഈ ഹെല്ലാറോയുടെ സംവിധായകനാണെന്നൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പോഴാണ് ഹെല്ലാറോയുടെ സംവിധായകനാണെന്ന് കണ്ടത്. ആ ഒരു ഒറ്റ പേര് മതി എനിക്ക് ഈ സിനിമ ഏത് ഭാഷയിൽ ആണെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. 7 സ്ത്രീകൾ, ഗുജറാത്തിലെ നാട്ടുമ്പുറത്ത് ജനിച്ച് ജീവിച്ച് വളർന്ന 7 സ്ത്രീകൾ, അവർ ലണ്ടനിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. സ്ത്രീകളുടെ മാത്രമുള്ള ട്രിപ്പൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ അവർ ലണ്ടനിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. അവിടെ അവർ കാണുന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ഭയങ്കര കൾച്ചറൽ വാർന്നൊക്കെ വിളിക്കാമോ എന്നറിയില്ല, ഒരു കൾച്ചറൽ പരിപാടി ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ അടുത്തുകൂടി നടന്നു പോയാൽ അയാൾ നമ്മളെ മൈൻഡ് ചെയ്യില്ല, നമ്മൾ അയാളെ മൈൻഡ് ചെയ്യില്ല. ഇനി പരിചയമുള്ള ആളാണെങ്കിൽ തന്നെ മൈൻഡ് ചെയ്യാൻ
പാടാണ് നമുക്കൊന്ന് മുഖത്ത് നോക്കി ചിരിക്കാൻ. പക്ഷേ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരാൾ നമ്മളെ വന്ന് ഗ്രീറ്റ് ചെയ്യുക, വെതർ കണ്ടീഷൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമായിരിക്കുന്നോ, വീട്ടിലെല്ലാവരും ഇങ്ങനെ ഒരു കോൺവെർസേഷൻ സാധനം നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ശീലമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പരിചയമില്ലാത്തൊരു പുരുഷൻ വന്ന് ഹേ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ ഈ സ്ത്രീയുടെ ഒരു റിയാക്ഷനൊക്കെ ഉണ്ട്. ഭയങ്കര രസമായിട്ട് അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു എലമെൻറ്റുകളുണ്ട്. ഒത്തിരി വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. ട്രെയിലർ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഉംബാറോ ഈ ആഴ്ച റിലീസാവുന്ന സിനിമകളിൽ നിങ്ങൾ ഗുജറാത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സംസ്ഥാനത്ത് ഈ സിനിമ റിലീസ് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന കാര്യം മറക്കാതിരിക്കുക. പിന്നെ ഒരു കന്നഡ സിനിമ ട്രെയിലറിൻ്റെ തുടക്കം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ടിപ്പിക്കൽ കന്നഡ പടം. നായകനുണ്ട്, നായകൻ ഭയങ്കര കരുത്തനാണ് കേട്ടോ. വില്ലന്മാരെന്ന് പറഞ്ഞാൽ ടെറർ വില്ലന്മാർ, ഇവന്മാർ മുഴുവൻ നായകൻ ഇടിക്കുന്നു, വില്ലന്മാർ പറക്കുന്നു എന്ന് പറയുന്ന ടിപ്പിക്കൽ ടെംപ്ലേറ്റ് പടമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ട്രെയിലർ കുറച്ചും കഴിഞ്ഞപ്പോൾ എന്തിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോയി. 25 വർഷങ്ങൾക്ക് മുമ്പ് ആക്സിഡൻ്റായി യാത്രക്കാർ മുഴുവൻ മരിച്ചുപോയ ഒരു ബസ്സുണ്ട്. 17A കാവേരി എക്സ്പ്രസ് എന്നാണ് ആ ബസ്സിൻ്റെ പേര്. 25 വർഷങ്ങൾക്ക് ശേഷം ആ ബസ്സും അതിലെ യാത്രക്കാരും തിരിച്ചു വരികയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണമാണ് രുദ്ര ഗരുഡ പുരാണ എന്നാണ് സിനിമയുടെ പേര്. നായകൻ അത്യാവശ്യം നമ്മുടെ ടിപ്പിക്കൽ കന്നഡ തെലുങ്ക് സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ അടി ഇടി വെടി നായകനൊക്കെ തന്നെയാണ്. അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാധനം 25 വർഷം മുമ്പ് ബസ് ആക്സിഡൻ്റായി എല്ലാവരും മരിച്ചതായി വിധി എഴുതി കഴിഞ്ഞതാണ്. ആ ആളുകൾ തിരിച്ചു വരികയാണ്. എന്ത് തോട്ടാണിത്? അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന വെബ് സീരീസുകളൊക്കെ റിലീസായിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്കുണ്ടായിട്ടുണ്ട്. 5ാമത്തെ ഒരു സിനിമ ഹത്യ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടം എന്ന് പറയുന്ന പോലത്തെ ഫീലൊന്നുമില്ല. പക്ഷേ എന്തായിരിക്കും അതിലെ ചുരുളഴിഞ്ഞ് വരുന്ന കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ക്രൈം ത്രില്ലർ അന്വേഷണ പരിപാടിയാണ്. ഒരു പ്രമുഖ വ്യക്തി ചോര വാർന്ന് ബാത്റൂമിൽ മരിച്ച നിലയിൽ ജോലിക്കാരുടെ കണ്ണിൽപ്പെടുന്നു. അപ്പോൾ ഇദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് രക്തം തുപ്പിയതായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ മരണം ഇങ്ങനെ കിടക്കുന്നത് ശരിയാവില്ല എന്ന് ആരോ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ജോലിക്കാർ അവിടെ മുഴുവൻ അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് പോലീസുകാർ വരുന്നത്. പിന്നീട് കൊലപാതകമാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ തെളിവുകളൊന്നും ഇല്ലാത്ത ആ കേസിൽ നിന്നുകൊണ്ട് ഈ പോലീസുകാർ അന്വേഷണം ആരംഭിക്കുന്നു. ഇതാണ് സംഭവം. അതെന്തായിരിക്കും ചുരുളഴിഞ്ഞ് വരുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഭയങ്കര ത്രില്ലർ പടം കാണാൻ പോകുന്നു എന്ന് പറയുന്ന ഫീലൊന്നും എനിക്കില്ല. പിന്നെ ഡിയർ കൃഷ്ണ എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നുണ്ട്. അതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് സിനിമ ഞാൻ യാതൊരു തരത്തിലും കാണാൻ സാധ്യതയില്ലാത്ത സിനിമയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമിത ബൈജു ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഈ സിനിമയിലുണ്ട്. മലയാളത്തിൽ ഈ ഡാൻസ് കളിക്കുന്ന ആൾക്കാരെ എല്ലാം കൂടി വെച്ചുകൊണ്ടൊരു സിനിമ വന്നിട്ടുണ്ട്. ഡാൻസ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അത് ഒരുപാട് ട്രോളിനിരയായ ഒരു സിനിമയായിരുന്നു. കാര്യം കോളേജിൽ പഠിക്കുന്ന ആളുകളൊക്കെ 40 കഴിഞ്ഞ ആളുകൾ അവർ വന്ന് ഈ കോളേജിലെ ഫ്രഷറായിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിനെ റാഗ് ചെയ്യാൻ നോക്കുന്ന പോലത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള അഭിനയം കൊണ്ട് കോമഡിയായി മാറിയിട്ടുള്ളൊരു സിനിമയാണ്. അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ കോമഡിയായി മാറാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. മമിതയെ ട്രെയിലറിൻ്റെ തംബ്നെയിലിൽ കണ്ടു എന്നുള്ളതാണ് ലിങ്ക് ക്ലിക്ക് ചെയ്യാനുള്ളൊരു കാരണം. പിന്നെ ഡാക്കു മഹാരാജ് എന്ന് പറയുന്ന സിനിമ നമ്മുടെ ബാലയ്യയുടെ പടം, അത് ഹിന്ദി ഡബ് വേർഷൻ റിലീസാവുന്നത് ഈ ആഴ്ചയാണ്. അങ്ങനെയെങ്കിലും ഇവിടെ വരുമോ എന്നെനിക്കറിയില്ല. പക്ഷേ ഹിന്ദി ഡബ് ചെയ്തിട്ട് ഞാൻ കാണൂല. എനിക്ക് ബാലയെ തന്നെ ഡബ് ചെയ്തിട്ട് അങ്ങേരുടെ തന്നെ നേറ്റീവ് ആ ഒരു ലാംഗ്വേജിൽ കാണണം. അതാണ് പഞ്ച്. പക്ഷേ റിലീസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെ സിനിമ വലിയ ഹിറ്റായിരുന്നു അത്ര. 8ാമത്തെ സിനിമ ഒരു തമിഴ് സിനിമയാണ്. ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ സിനിമ ടോക്സ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ട്രെയിലറായിരുന്നു. കുടുംബസ്ഥൻ എന്നാണ് സിനിമയുടെ പേര്. മണികണ്ഠൻ, ഗുരു സോമസുന്ദരം തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ്. ലവർ എന്ന് പറയുന്ന മണികണ്ഠൻ്റെ ലാസ്റ്റ് സിനിമ. അതിനു മുമ്പ് അദ്ദേഹം കൂർക്കം വലിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് വരുന്നൊരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു. മണികണ്ഠൻ കുറേ രസമുള്ള കുഞ്ഞു പടങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധാരണക്കാരായവർ എല്ലാവരും സാധാരണക്കാരൊക്കെ തന്നെ കുറച്ച് കാശുണ്ടാകുമ്പോൾ ഇടുന്ന ഡ്രസ്സും ജീവിക്കുന്ന രീതി മാറുന്നേ ഉള്ളൂ. എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ കോറായിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനെ വളരെയധികം ടച്ച് ചെയ്യുന്ന നല്ല കുറേ സിനിമകൾ മണികണ്ഠൻ ചെയ്യുന്നുണ്ട്. അതുപോലൊരു സിനിമയായിരിക്കും കുടുംബസ്ഥൻ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു മിഡിൽ ക്ലാസ്സുകാരനായ പക്ഷേ ഒരു ലോവർ മിഡിൽ ക്ലാസ് ലെവലിൽ നിൽക്കുന്ന ഒരാൾ, അയാൾ വിവാഹം കഴിക്കുകയാണ്. അയാൾ മാത്രമാണ് ജോലിക്ക് പോകുന്ന ആളെന്ന് പറയുമ്പോൾ സാമ്പത്തികമായി അയാൾ നേരിടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. വീട്ടുകാരിൽ നിന്നും ഭാര്യയിൽ നിന്നും മറച്ചു വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാകും. എല്ലാം സുഗമമായി നടക്കാൻ വേണ്ടി. സത്യത്തിൽ ഇങ്ങനെയൊന്നും മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരോടും തുറന്നു പറഞ്ഞാൽ എൻ്റെ ഇത്രയും കാശേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റാണ്. പക്ഷേ മനസ്സ് വരൂലാതെ ആ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിനെ തമാശ രൂപേണ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ട്രെയിലർ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ജസ്റ്റ് ഫോർ മണികണ്ഠൻ ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണും. മിസ്റ്റർ ഹൗസ് കീപ്പർ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമ കൂടി ഈ ആഴ്ച റിലീസിന് വരുന്നുണ്ട്. അതിലെ നായകനാണ് ആ സിനിമ കാണാനുള്ള എൻ്റെ അട്രാക്ഷൻ. സംഭവം തമിഴിൽ ഇതിനു മുമ്പൊക്കെ വന്നിട്ടുള്ള ആ ഒരു പാറ്റേണൊക്കെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാമുകനുണ്ടായിരുന്നു, കാമുകി വേറെ വഴിക്ക് പോയി, അതിനുശേഷം ഇവർ വീണ്ടും ഒരുമിച്ചൊരു സ്ഥലത്ത് കൂട്ടിമുട്ടുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കോമഡിയും കാര്യങ്ങളൊക്കെയാണെന്ന്. ഹരി ഭാസ്കർ എന്ന് പറയുന്ന ആളാണ് ഇതിൽ നായകനായി അഭിനയിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിനെ ഞാൻ കാണുന്നത് നമ്മുടെ നാട്ടിൽ ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, പിന്നെ ഇങ്ങനെ
ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ട് ചെയ്ത് കാണിക്കുന്ന ക്രിയേറ്റേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഷസാം ഒക്കെ ചെയ്യുന്ന പോലത്തെ ആ കൈൻഡ് ഓഫ് വീഡിയോസ് ഉണ്ടല്ലോ. ഇത് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഞാനിങ്ങനെ ആർത്തിയോടെ ഇരുന്ന് കണ്ടു തീർത്തിട്ടുണ്ട് പുള്ളി ചെയ്ത വർക്കൊക്കെ. അതായത് അഭിനയമോഹമുള്ള ആൾക്കാരൊക്കെ അന്നക്കാലത്ത് സിനിമയിൽ വരിക ഇതൊക്കെയാണല്ലോ ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇദ്ദേഹം എല്ലാ വേഷവും പുള്ളിയാണ് ചെയ്യുക. അച്ഛനും അമ്മയും എല്ലാ സാധനങ്ങളും പുള്ളി തന്നെ ചെയ്യും. അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് നല്ല രസമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പോഴല്ല പറയുന്നത്, ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്ന കാലം എന്ന് വെച്ചാൽ 2010 ആ സമയത്ത് അങ്ങേര് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ ഫൺ വീഡിയോസ് ഉണ്ട് മാൻ, അടിപൊളിയാണ്. അപ്പോൾ അങ്ങേരുടെ ഒരു പെർഫോമൻസ് സംഭവമൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമാണ് മിസ്റ്റർ ഹൗസ് കീപ്പർ കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ മെൽ ഗിബ്സൺ സംവിധാനം ചെയ്യുന്നൊരു സിനിമ റിലീസിനുണ്ട്, വേറെ ഒന്നും പറയണ്ടല്ലോ, കാണാൻ പോവല്ലേ. ഫ്ലൈറ്റ് റിസ്ക് എന്നാണ് സിനിമയുടെ പേര്. മെൽ ഗിബ്സൺ അറിയാത്തവർക്ക് അപ്പോകലിപ്റ്റോ എന്തായാലും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ബ്രേവ് ഹാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഹാക്സോ റിഡ്ജ് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ ഹാക്സോ റിഡ്ജ് പോയി കാണുക. ഇവിടെ ഇരിക്കണ്ട, നിങ്ങൾ ഈ വീഡിയോ ഒക്കെ നിർത്തിയിട്ട് നേരെ ഹാക്സോ റിഡ്ജ് എവിടെയാണോ അവൈലബിൾ ആയിട്ടുള്ള അവിടെ പോയി കാണുക. അത്രയും ഗംഭീരമായിട്ടുള്ള സിനിമകൾ ഒരുക്കിയിട്ടുള്ള ആളുടെയാണ് ഫ്ലൈറ്റ് റിസ്ക് എന്ന് പറയുന്ന സിനിമ. ഒരു ഫ്ലൈറ്റിൽ ഒരു പ്രതിയുണ്ട്, ആ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുണ്ട്, ഈ ഫ്ലൈറ്റ് പറത്താൻ വരുന്ന ഒരാളുണ്ട്. ഈ ആൾ ശരിക്കും ആരാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. 10,000 അടി മുകളിൽ പറക്കുന്ന ഫ്ലൈറ്റിനകത്ത് വെച്ചിട്ടുള്ള കോംപ്ലിക്കേഷൻ കാര്യങ്ങളാണ്. ഈ 3 വ്യക്തികളെയും വെച്ചുകൊണ്ടൊരു സിനിമ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അത് മെൽ ഗിബ്സൺ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അടിപൊളി പടമായിരിക്കും എന്നുള്ള എല്ലാ പ്രതീക്ഷയോടും കൂടിയാണ് കാണാൻ പോകുന്നത്. 1987 പ്രിഡേറ്റർ എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഈ സിനിമയും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു ആകർഷണമാണ്. പിന്നെ നമ്മുടെ അർജുൻ അശോകനും അനഘ നാരായണനും അഭിനയിക്കുന്ന അൻപോട് കൺമണി എന്ന് പറയുന്ന സിനിമ റിലീസിന് വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചൊരു മസ്റ്റ് വാച്ച് ഫീല് ട്രെയിലർ തന്നിട്ടില്ല. എന്തായാലും സിനിമ നമ്മൾ കണ്ടു നോക്കും. അർജുൻ അശോകനോടുള്ള ഒരു ഇഷ്ടമുണ്ട്. അനഘ നല്ലൊരു അഭിനേത്രിയാണ്. ട്രെയിലർ കാണുമ്പോൾ ഒരു നാട്ടുമ്പുറത്ത് ജീവിക്കുന്ന ഒരാളൊരു കല്യാണം കഴിക്കുന്നു, അയാളുടെ ഭാര്യ വരുന്നു, പിന്നെ നാട്ടുകാർ അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുമല്ലോ. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ എവിടെയും പോകുന്നില്ലേ എന്ന് പറയുന്നൊരു ചോദ്യം, കുഞ്ഞിക്കാല് വരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം, കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ 28, ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചികിത്സ വേണം, എവിടെയൊക്കെ സന്യാസിമാർ ഒളിഞ്ഞിരുന്ന് മരുന്ന് കൊടുക്കുന്നുണ്ടെന്ന് ഉപദേശിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള കുറേ എലമെൻറ്റുകളെ ഹാസ്യാത്മകമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇമോഷണൽ പരിപാടിയായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നന്നായിട്ട് വരട്ടെ. 12ാമത്തെ സിനിമ എന്ന് പറയുന്ന സിനിമയാണ്. ദിലീഷ് പോത്തനെയാണ് മെയിൻ ക്യാരക്ടറായിട്ട് നമ്മൾ ട്രെയിലറിൽ കാണുന്നത്. പിന്നെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളെയും അവരുടെയൊക്കെ കൂടെ കുഞ്ഞുങ്ങളെയും കാണുന്നുണ്ട്. പക്ഷേ ഈ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കൊന്നും അവരുടെ ഒരു ഭർത്താവ്, അച്ഛൻ എന്ന് പറയുന്ന അങ്ങനെയുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല. അപ്പോൾ ദിലീഷ് പോത്തനെ അവതരിപ്പിക്കുന്ന കഥാപാത്രം റോഡ് പണിയുടെ ഒരു സൂപ്പർവൈസറായിട്ട് ഒരു മലയോര ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ട്രെയിലർ കുറച്ച് കമ്പല്ലിംഗ് ആണ്. എന്തോ ഒരു സംഭവം ഇതിൻ്റെ അകത്തുണ്ട്, അതൊന്ന് അറിയാനുള്ളൊരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാക്കുന്ന, തിയേറ്ററിലേക്ക് നമ്മൾ വിളിക്കുന്ന ഒരു ട്രെയിലർ തന്നെയാണ് പിന്നെ ഗോപി സുന്ദറിൻ്റെ മ്യൂസിക്കാണ്. ഗോപി സുന്ദർ സെലക്റ്റീവാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ളൊരു സിനിമ എന്ന് പറയുമ്പോൾ മോശമാവില്ല. പിന്നെ ഒരു സിനിമ രഞ്ജിത്ത് നിർമ്മാതാവാകുന്ന സിനിമയാണ്. ബോട്ടിൽ രാധ എന്നാണ് സിനിമയുടെ പേര്. അതിൻ്റെയും ട്രെയിലർ റിയാക്ഷൻ ഞാൻ സിനിമ ടോക്സ് എന്ന് പറയുന്ന ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എന്തുകൊണ്ട് ഈ ട്രെയിലർ ഇത്രയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. വളരെയധികം ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എൻ്റെ വീട്ടിലൊരു വൻ കുടിയനുണ്ടായിരുന്നു, അതെൻ്റെ അച്ഛനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുടിയൻ കാരണം ബുദ്ധിമുട്ടുന്ന വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മയും അവരുടെ മക്കളും അവർ ഇയാളെ ഉപേക്ഷിച്ച് പോകുന്നു, അല്ലെങ്കിൽ ഇയാളെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് ആക്കുന്നു. അവിടെ നടക്കുന്ന ഒരുപാട് ഹ്യൂമറസ് കാര്യങ്ങളും പക്ഷേ അതിനോടൊപ്പം വളരെ ഇമോഷണലായി കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സൈഡും ഒക്കെ ചേർത്തിട്ട് ഈ മദ്യപാന ശീലം അല്ലെങ്കിൽ മദ്യാസക്തി എന്ന് പറയുന്നത് പല തട്ടിൽ ജീവിക്കുന്ന, ഈ സാമ്പത്തികമായിട്ട് പല തട്ടിൽ ജീവിക്കുന്ന ആളുകളെയും ഹിറ്റ് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്നത് പല തരത്തിലാണ്. അപ്പോൾ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻറ്റിനെ നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ബോട്ടിൽ രാധ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷോൺ റോൾഡൻ്റെ മ്യൂസിക്കാണ്. ഗുരു സോമസുന്ദരവും സഞ്ജന നടരാജനുമാണ് അഭിനയിക്കുന്നത്. ദിനകരൻ ശിവലിംഗമാണ് സംവിധാനം ചെയ്യുന്നത്. പിന്നെ സ്കൈ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമ റിലീസിന് എത്തുന്നുണ്ട്. അക്ഷയ് കുമാർ അഭിനയിക്കുന്ന സിനിമയാണ്. ആ ഒരു കാരണം കൊണ്ട് പടം പൊട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. കാര്യം അവർ VFX പരിപാടികളൊക്കെ ചെയ്തിരിക്കുന്നത് അത് VFX ആണെന്ന് മനസ്സിലാവുമെങ്കിൽ പോലും അതിനൊരു രസമുണ്ട്. മാത്രമല്ല ഈ കഥ നടക്കുന്ന കാലഘട്ടമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ടോട്ടൽ കളറിങ്ങും പരിപാടിയൊക്കെ ഏകദേശം സെറ്റാണ്. 1965 ഇൻഡോ പാക് വാറിൻ്റെ സമയത്ത് അവിടെ കാണാതായിപ്പോയ ഒരു പൈലറ്റ്, അദ്ദേഹത്തെ തേടിയുള്ള അന്വേഷണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് എലമെൻറ്റുകളാണ് അതിലുള്ളത്. ഡയലോഗുകൾ നല്ല കോരിത്തെരിപ്പുണ്ടാക്കുന്നതാണ്, രാജ്യസ്നേഹം തുളുമ്പി നിൽക്കുന്നതാണ്. അപ്പോൾ അതൊക്കെയായിട്ട് ഒരു രസമുള്ളൊരു സിനിമ, തുടക്കം മുതൽ അവസാനം വരെ നല്ല ചാർജായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും സ്കൈ ഫോഴ്സ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് 15ാമത്തെ സിനിമ അത് മറ്റൊന്നുമല്ല, നമ്മുടെ മമ്മുക്ക നായകനാവുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ ഒരു ട്രെയിലർ ഡീകോഡ്
ഡീകോഡിംഗ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒരു ട്രെയിലറിലും ടീസറിലും ഒരുപാട് എലമെൻറ്റുകളൊന്നും നമുക്ക് തന്നിട്ടില്ല. പക്ഷേ തന്നിട്ടുള്ളതിൽ നിന്ന് ഒരു സ്റ്റോറി ഇങ്ങനെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിലർ ഡീകോഡിംഗ് വീഡിയോ വൈകുന്നേരത്തേക്ക് വരും. ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി, ഗോകുൽ സുരേഷ്, സുഷ്മിത ഭട്ട്, വിജയ് വെങ്കിടേഷ് തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ്. ഒരു രസമുള്ള ഒരു ഫൺ പരിപാടി, ഒരു അന്വേഷണ പരിപാടിയൊക്കെ ആയിരിക്കും സിനിമയിലുള്ളതെന്നാണ് നിലവിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇത്രയും സിനിമകളാണ് ട്രെയിലറുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ആഴ്ച ഒന്ന് കണ്ടു നോക്കിയാലൊന്ന് ആഗ്രഹം എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള സിനിമകൾ. നിങ്ങൾ ഇതിൽ പെടാത്തതായിട്ടുള്ള ചില സിനിമകൾ ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. ഇതിൽ പെടാത്ത മലയാളം ഉൾപ്പെടെയുള്ള സിനിമകൾ ഈ ആഴ്ച വരുന്നുണ്ട്. ട്രെയിലറുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വലിയ അട്രാക്ഷൻ ഫീൽ ചെയ്യാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യാത്തത്. പക്ഷേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഈ ആഴ്ച എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും എന്ന് തീരുമാനിച്ചിട്ടുള്ള ആ സിനിമകൾ ഏതൊക്കെയാണ് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.